ഹായ്, അരുൺ ജോഷിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർണോൾഡിൻ്റെ പലതരത്തിലുള്ള ഷെയ്ഡിനെ കുറിച്ച് പഠിച്ചു. അത് എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. ഇനി കുറേ പേര് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർണോൾഡിനകത്ത് മിക്കവാറും അവർ റെൻഡർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം, ആർണോൾഡ് റെൻഡറിൻ്റെ സമയത്ത് എങ്ങനെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പഠിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ കുറച്ച് അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു സീനിനകത്ത് ആർണോൾഡിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആർണോൾഡ് സീക്വൻസ് നമ്മൾ അപ്ഡേഷൻ കിട്ടുന്ന റെൻഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെൻഡർ കൊടുക്കുക. ഈ റെൻഡർ കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് ചെറുതാണ്. പിന്നെ ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന സീന് കുറച്ച് കോംപ്ലിക്കേഷനുള്ള സീനാണ്. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഒബ്ജക്റ്റുകളുണ്ട്, ഒരുപാട് ഷെയ്ഡേഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെൻഡർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈം എടുത്ത് റെൻഡർ ചെയ്തിരുന്നാലും ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, ഒരു ക്വാളിറ്റി റെൻഡർ നമുക്ക് കിട്ടില്ല. കുറേ കുത്തായിട്ട് അതിനകത്ത് നോയ്സ് കിടക്കുന്നത് പോലെ. ഫോട്ടോഷോപ്പിനകത്തൊക്കെ നോയ്സ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഇതിനകത്ത് നോയ്സ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് റെൻഡർ ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ക്ലാരിറ്റിയിൽ തന്നെയാണ് റെൻഡർ ചെയ്യുന്നത്. ഇമേജിൻ്റെ സൈസ് ചെറുതാണെന്നേ ഉള്ളൂ. പക്ഷേ ചില സീനിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ചില സീൻ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാനിത് റെൻഡർ ചെയ്തു. എനിക്ക് ഫസ്റ്റ് ഓഫ് ആൾ എനിക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർണോൾഡിൻ്റെ ഷെയ്ഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു നോർമൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നോർമൽ ഡയറക്ഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് വെച്ച് നമ്മൾ റെൻഡർ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണോ അത് മാത്രമാണ് കിട്ടുന്നത്. ഇനി ആ ലൈറ്റിൻ്റെ ആർണോൾഡ് പ്രോപ്പർട്ടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആർണോൾഡിൽ വന്നിട്ട് യൂസ് കളർ ടെമ്പറേച്ചർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കളർ ടെമ്പറേച്ചർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ആർണോൾഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതിനകത്ത് ആഡ് ആയിട്ടുണ്ടാവും. അതിൻ്റെ റെൻഡറിൻ്റെ ടൈമും കുറച്ച് ലേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്തിടാം. അപ്പോൾ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ റെൻഡർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ക്രോമായിട്ട് തന്നെ റെൻഡർ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ഇതിന് തറയ്ക്ക് ചെറിയൊരു മെറ്റൽനെസ് കൊടുത്തിട്ടുള്ളത് കാരണം അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. ഇതൊന്നും നേരത്തെ എന്ത് ചെയ്യുന്നില്ലായിരുന്നു, നമ്മുടെ ലൈറ്റിനകത്ത് ആർണോൾഡിൻ്റെ പ്രോപ്പർട്ടി എനേബിൾ ചെയ്യാത്തത് കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ എക്സ്പോഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ, വെട്ടം കുറച്ച് കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെ എക്സ്പോഷർ ഇവിടെ 0 ആണ് കിടക്കുന്നത്. ആ 0 മാറ്റിയിട്ട് ഞാനൊരു 0.5 കൊടുത്തു. 0.5 കൊടുത്തു എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ആർണോൾഡ് റെൻഡർ കൊടുക്കുക. ഓക്കെ, കുറച്ചുകൂടി ഒരു ലൈറ്റിങ് അതിനകത്ത് വന്നിട്ടുണ്ട്, ഒരു എക്സ്പോഷർ അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് 2 പ്രോപ്പർട്ടിയും കൂട്ടാൻ പറ്റും. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും നമുക്ക് കൂട്ടാൻ പറ്റും, എക്സ്പോഷറും കൂട്ടാൻ പറ്റും. എക്സ്പോഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ആർണോൾഡിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി ഞാൻ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് കൂട്ടി കാണിച്ചു തരാം. ഞാനൊരു 2 കൊടുത്തു, കണ്ടോ. അത് ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ വെട്ടം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോഷറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മളിതിന് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ആംഗിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ടിട്ട് റെൻഡർ ചെയ്യുവാണ്. കണ്ടോ, ഈ വീഴുന്ന ഷാഡോ, ഈ ഒബ്ജക്റ്റിന്റെ പുറത്ത് ലൈറ്റ് അടിച്ചിട്ട് ഇതിനകത്ത് വീഴുന്ന ഷാഡോ എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാണ്. ആ ഷാർപ്പിനെ നമ്മൾ കുറച്ച് സ്മൂത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ലൈറ്റിന്റെ ആംഗിൾ എന്ന് പറയാൻ പറ്റില്ല, ഷാഡോ ആംഗിളിൽ കുറച്ച് വ്യത്യാസം വരുത്തുന്ന സമയത്ത് കണ്ടോ, ഇതിന്റെ ബോർഡർ ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് കുറച്ച് ബ്ലറായിട്ടായിരിക്കും വരുന്നത്. കണ്ടോ. ഓക്കെ, ആ ബ്ലറിനും കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ റെൻഡർ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ നോയ്സൊക്കെ അങ്ങ് പോകും. എന്നിട്ടും നിൽക്കുന്ന കുറച്ച് നോയ്സ് ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, കുറച്ച് ഡോട്ടായിട്ട് കാണുന്നുണ്ടോ, ഇവിടെയും കുറച്ച് ഡോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ നോയ്സ് വരുമ്പോഴത്തേക്ക് ഇമേജിന് ക്വാളിറ്റി നമുക്ക് തോന്നിക്കത്തില്ല. അപ്പോൾ ആ ഇമേജിൻ്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് സാമ്പിൾസ് കണ്ടോ, ഈ സാമ്പിൾസും കൂടെ കുറച്ചൊന്ന് കൂട്ടുക.
സാമ്പിൾസ് കുറച്ച് കൂട്ടുന്ന സമയത്ത് ഈ ഷാഡോയ്ക്കകത്ത് വന്നിരിക്കുന്ന നോയ്സ് കുറേ ഈ സാമ്പിൾസിനകത്ത് അങ്ങ് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഒരു സൈഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റിൽ നിന്ന് നമ്മളത് തുടങ്ങിയെന്ന് മാത്രം. ലൈറ്റിൽ നിന്നേ ആ ക്വാളിറ്റി കൂട്ടുന്ന പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് ആംഗിൾ കൊടുത്തു, സാമ്പിൾസ് കൊടുത്തു. ഇനിയും നമുക്കതിൻ്റെ ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കുറച്ച് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫ്യൂസിനകത്ത് ഇതെല്ലാം മാക്സിമം ആയിട്ടിരിക്കുന്നത്, അതൊന്നും ഇനി തൊടാൻ പോകണ്ട. അപ്പോൾ ലൈറ്റിൻ്റെ ഏകദേശം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുവാണ്. ഇമേജിൻ്റെ സൈസ് ചെറുതായിരുന്നു അല്ലേ? റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇമേജിൻ്റെ സൈസ് വളരെ ചെറുതായിരുന്നു. ആ ഇമേജിൻ്റെ സൈസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. റെൻഡർ സെറ്റിങ്സ് എടുക്കുക. അത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റെൻഡർ സെറ്റിങ്സ് കിട്ടും. ആ റെൻഡർ സെറ്റിങ്സിനകത്ത് കോമണിനകത്ത് വരിക. ഇവിടെ കോമണിനകത്ത് വന്നതിന് ശേഷം ഇവിടെ പ്രീസെറ്റ്, ഇത് കുറച്ച് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അതിനെ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. ഈ പ്രീസെറ്റ്സിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഈ പ്രീസെറ്റ്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസിലോട്ട് ഫുൾ HD 1080 4K ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി കൂട്ടുന്നതിനാണ്. ഇതിപ്പോൾ ഏറ്റവും ബേസ് ക്വാളിറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ക്വാളിറ്റി കൂട്ടുന്നതിനനുസരിച്ച് റെൻഡറിങ്ങിൻ്റെ ടൈം കൂടുതൽ എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു HD ഇട്ട് റെൻഡർ ചെയ്ത് നോക്കാം. നമ്മൾ HD റെൻഡർ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ സീൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. കാരണം നമ്മൾ റെൻഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഹെവി ആണെന്നുണ്ടെങ്കിൽ, ആ ഫയൽ ഹെവി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് സേവ് ചെയ്യുക. എന്നിട്ട് റെൻഡർ സെറ്റിങ്സ് എടുക്കുക. കോമണിനകത്ത് വന്നിട്ട് ഞാനിവിടെ ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഒരു 1080 ഫുൾ HD ആയിട്ട് കൊടുക്കുകയാണ്. 4K ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. റെൻഡർ ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? റെസൊല്യൂഷൻ്റെ ഒരു തിയറിയൊക്കെ നമ്മൾ പണ്ട് ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സൽ പെർ ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാല്യൂ ആണ് ഇവിടെ ഉണ്ടോ, താഴെ പിക്സൽ പെർ ഇഞ്ചാണ്. ഈ ഒരു പോപ്പപ്പ് മെനുവില്ലേ, റെൻഡർ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു പോപ്പപ്പ് മെനുവിൻ്റെ 1 ഇഞ്ച് ഏരിയക്കകത്ത് വരുന്ന പിക്സലുകളുടെ എണ്ണത്തിനാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയക്കകത്ത് വരുന്ന പിക്സലുകളുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് അതിനകത്ത് ആ പിക്സലുകളാണ് കളർ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ആ പിക്സലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കളർ ഹോൾഡിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ സൈസിൻ്റെ ഒബ്വിയസ്ലി സൈസല്ല, നമ്മുടെ അതിൻ്റെ ഇമേജിൻ്റെ ക്വാളിറ്റി കൂടും. ക്ലിയർ ആയല്ലോ? ഇനി റെസൊല്യൂഷൻ 72 എന്നുള്ളത് മാറ്റിയിട്ട് 300 വരെ കൊടുക്കാൻ ഞാനൊരു 200 കൊടുക്കുവാണ്. 200 കൊടുത്തതിന് ശേഷം ഇതങ്ങ് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ റെൻഡർ ചെയ്യുവാണ്. റെൻഡർ ചെയ്തപ്പോഴത്തേക്ക് കണ്ടോ, ഒരു ചെറിയ സൈസിൽ വന്നുകൊണ്ടിരുന്ന ആ ഇമേജ് കണ്ടോ, ഇപ്പോൾ വലിയൊരു ഇമേജ് ആയിട്ടാണ് വരുന്നത്, വലിയൊരു സൈസിലാണ് വരുന്നത്. പക്ഷേ റെൻഡർ ചെയ്യാനുള്ള ടൈം കണ്ടല്ലോ, ഇത്രയും ടൈം എടുക്കും നിങ്ങൾക്ക് അതിനകത്ത് റെൻഡർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇമേജിൻ്റെ സൈസ് ഒരു 1080p ആയിട്ട് ഫുൾ HD ആയിട്ട് റെൻഡർ ചെയ്ത് കിട്ടി. അപ്പോൾ ഇത്രയും സൈസിൽ നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഷാർപ്നെസ് തോന്നുന്നത് ആ ഒബ്ജക്റ്റ് നമ്മൾ സ്മൂത്ത് ചെയ്യാത്തത് കൊണ്ടാണ്. റെൻഡർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഒന്ന് സ്മൂത്ത് ചെയ്തേക്കുക. സ്മൂത്ത് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ 3 കൊടുക്കുക. കീബോർഡിനകത്ത് 3 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്മൂത്തായിട്ട് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ജസ്റ്റ് ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ ക്വാളിറ്റി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിപ്പോൾ കാർ പെയിൻ്റ് ആണ്. കാർ പെയിൻറ്റിൽ കുറച്ച് മെറ്റാലിക് ഇത് വരുമെന്ന് പറയാം. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ റെൻഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ റെൻഡർ ആയിട്ടില്ല. അതിന് മുമ്പ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഞാൻ ഇമേജിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് റെൻഡർ ചെയ്തതാണ്. ഞാൻ ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്യുവാണേ. ഓക്കെ, ഇതങ്ങ് ക്ലോസ് ചെയ്തു. ഇനി ഞാൻ റെൻഡർ സെറ്റിങ്സ് എടുത്തിട്ട് എനിക്കിനി ഇത് സൈസ് കൂട്ടാൻ വേണ്ടി കാണിച്ചതാണ്. ഞാൻ ഇനി ഇതിനെ സൈസ് ഒന്ന് കുറച്ചിടുവാണ്. കാരണം നമുക്ക് അത്രയും റെൻഡർ ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രീസെറ്റിനകത്ത് വന്നിട്ട് ഞാൻ അതിൻ്റെ സൈസ് വീണ്ടും 640x480 ആക്കിയിട്ടു. ഓക്കെ, റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 72 തന്നെയാണ്. ഇനി ക്ലോസ് ചെയ്തു. ഇനി ഒന്ന് റെൻഡർ ചെയ്ത് നോക്കിയേ. റെൻഡർ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് റെൻഡറായി കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ശരി. ഇനി ഈ ഒബ്ജക്റ്റ് സ്മൂത്ത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക, നമ്മൾ 3 പ്രസ് ചെയ്യുക. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. റെൻഡർ സെറ്റിങ്സ് എടുക്കുക. റെൻഡർ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മൾ ഒന്നാമത് നമ്മൾ ഇതിൻ്റെ ഇമേജിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുക. അത് നമ്മൾ കുറച്ച് മുമ്പേ നോക്കിയായിരുന്നു.
ഇനി ആർണോൾഡ് റെൻഡർ എടുക്കുക. റെൻഡർ എടുത്തിട്ട് ക്യാമറ എന്ന് പറഞ്ഞ് കാണുന്ന ഈ ഒരു വാല്യൂ ഒരു 5 ടൈമോ അല്ലെങ്കിൽ ഒരു 10 ടൈമോ ഒക്കെ കൂട്ടാം നമുക്ക്. പക്ഷേ എല്ലാത്തിനും മുമ്പായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, റെൻഡർ ടൈം നമ്മുടെ ടൈം. ഫുള്ളൊരു ക്വാളിറ്റി ആയിട്ടൊരു സാധനം, ഒരു ഇമേജ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് ജസ്റ്റ് വെറുതെ റെൻഡർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈസ് കൂട്ടിയിടേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് തന്നെ ഇട്ടേക്കുക. ഇതിപ്പോൾ ഞാൻ 5 കൊടുത്തു. 5 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഡിഫ്യൂസിനകത്ത് വന്നിട്ട്, അതായത് ഇതിനകത്ത് ഡിഫ്യൂഷൻ, റിഫ്ലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഡിഫ്യൂസിനകത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. ഞാനൊരു 3 കൊടുത്തു. സ്പെക്കുലാർ, അതായത് റിഫ്ലക്ഷൻ, എക്സ്ട്രീം റിഫ്ലക്ഷൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പെക്കുലാർ കൂട്ടി കൊടുക്കുക. ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഉണ്ടല്ലേ, നമ്മൾ ഈ താഴെ ഇരിക്കുന്ന ഈ സാധനം ഗ്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ്റെ റേറ്റ് കൂട്ടി കൊടുക്കുക. ഇതൊക്കെ വർക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ വീണ്ടും ഞാൻ പറയുവാണ്, 16 GB റാമാണുള്ളത്. പിന്നെ GTX 1650 ഗ്രാഫിക്സ് ഉണ്ട്. നൈട്രോയാണ്, ഏസറിൻ്റെ നൈട്രോ ലാപ്ടോപ്പാണ്. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടിരുന്ന് ഹാങ് ആവും സാധനം. അപ്പോൾ തന്നെ നിങ്ങളത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ വെച്ച് അതിനെ കമ്പയർ ചെയ്യുക. നല്ല സിസ്റ്റമാണ്, ഒരു 32 GB റാമൊക്കെ ഉണ്ട്, i7 പ്രോസസ്സറൊക്കെയാണ്. എൻ്റെ i5 ആണ്. i7 പ്രോസസ്സറൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി സിസ്റ്റത്തിനകത്ത് വരിക. സിസ്റ്റത്തിനകത്ത് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇതിനകത്തെല്ലാം സെറ്റാണ്. ഇതിനകത്തൊന്നും തൊടാൻ നിൽക്കേണ്ട. പിന്നെ AOVs വേണ്ട, വേറൊന്നും ചെയ്യണ്ട. ഡയഗ്നോസ്റ്റിക്സ് ഇതെല്ലാം വേണ്ട, ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഇത് മാത്രം മതി. അതായത് ആർണോൾഡ് റെൻഡറിനകത്ത് വന്നതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് റേ ഡെപ്ത് എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കുക. റേ ഡെപ്ത് എടുത്തതിന് ശേഷം ഈ ടോട്ടൽ എന്ന് പറയുന്ന സംഭവം ഇല്ലേ, ഇതിപ്പോൾ 10 കിടക്കുന്നത്. ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് കൂട്ടിയത് കൊണ്ട് അതിനകത്ത് 10 തന്നെയാണ് കിടക്കുന്നത്. അതങ്ങനെ കിടന്നോട്ടെ. അതിൻ്റെ താഴെ ആയിരിക്കും മിക്കവാറും നിങ്ങളുടെ സിസ്റ്റത്തിൽ വാല്യൂ എങ്കിൽ അത് കൂട്ടി കൊടുക്കുക. ഇതിനകത്തും നമ്മൾ എന്ത് ചെയ്യുക, റേ ഡെപ്തിൻ്റെ ഡിഫ്യൂസ് നമ്മൾ വീണ്ടും കൂട്ടി കൊടുക്കുക. അതായത് വൺസ് റെൻഡർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അതിൻ്റെ റീചെക്ക് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഏതെങ്കിലും പിക്സലിൽ റെൻഡർ ആവാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോയ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഡിഫ്യൂസിൻ്റെ വാല്യൂ എവിടെയെങ്കിലും കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ഇതിനകത്തൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി റീചെക്ക് ചെയ്യുന്നതായിരിക്കും. സ്പെക്കുലാറും അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ വേറെ ഇനി കൂടുതലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം സിസ്റ്റം മിക്കവാറും ഓഫാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഞാനിവിടെ സൈസ് ഞാൻ കൂട്ടി കൊടുത്തിട്ടില്ല, ഏറ്റവും കുറഞ്ഞ സൈസിലാണ് കിടക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി കൂടുതലുള്ള ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈസ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർണോൾഡിനകത്ത് റെൻഡർ ചെയ്യുമ്പോൾ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്നത്. ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. റെൻഡർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഔട്ട് കാണിച്ചു തരാം, ഉറപ്പൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റ ക്ലിക്കിന് ആ സാധനം റെൻഡർ ആയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ഇത്രയും കുറച്ച് മാറ്റങ്ങൾ, ഒന്നിപ്പോൾ 2 കിടന്നതിനെ 3 ആക്കി, 3 കിടന്നതിനെ 5 ആക്കി, ഇങ്ങനെ ചെറിയൊരു വാല്യൂ ചേഞ്ചാണ് ഞാൻ കൊടുത്തതെങ്കിലും ഇവിടെ വന്നപ്പോൾ കണ്ടായിരുന്നു ആ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പക്ഷേ ആ റെൻഡറായി വരുന്ന ആ ഏരിയക്കകത്തുള്ള ആ പിക്സലിനകത്ത്, ഈ ഒരു ഏരിയക്കകത്ത് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നേരത്തെ കണ്ട കുത്തുകളോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഇപ്പോൾ ഇല്ല. പിന്നെ ഷാഡോ എന്ന് പറയുന്നത് ഫുൾ ഡെപ്തിലല്ല, കുറച്ചൊരു റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഷാഡോയുടെ ബോർഡറിൽ കാണുന്ന ആ ഒരു ഫെദർനെസ് അത് ഫൈനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ കാർ പെയിന്റിനകത്ത് ആ താഴേക്ക് കണ്ടുകൊണ്ടിരുന്ന ജിറ്റർ, കുറേ കുത്തുകൾ കണ്ടായിരുന്നു. കാർ പെയിന്റ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിനകത്താണ് നമ്മൾ കാർ പെയിന്റ് കൊടുത്തിരുന്നത്. അതിനകത്ത് ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സ്റ്റാർ പോലത്തെ മിന്നുന്ന തിളക്കമുള്ള കുത്തുകൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. ഈ ഒരു ഏരിയക്കകത്ത് കുറച്ച് ജിറ്റേഴ്സ് ഉണ്ടായിരുന്നു, കുറേ നോയ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. അപ്പോൾ ആർണോൾഡിൽ നിങ്ങൾ ചോദിച്ച ഡൗട്ട് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, സ്പെക്കുലാറിനകത്ത് നമ്മൾ ഒരു വാല്യൂ മാറ്റി കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ. സ്പെക്കുലാർ ഒരു 2 എങ്ങാണ്ടായിരുന്നു, അതിനെ ഒരു 3 ആക്കി കൊടുത്തു. 3 ആക്കി കൊടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് വന്ന വ്യത്യാസം കണ്ടോ. ആ സ്പെക്കുലാറിന് ചുറ്റും ഒരു എമിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട്, അതുപോലെ ഈ ബോക്സിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിന്നിരുന്ന ഇവിടെയൊക്കെ കുറച്ച്
കുത്തുകൾ പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് മാറി എന്ന് പറയുന്നില്ല, കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഫുൾ വാല്യൂ കൊടുത്തിട്ടില്ല അതിനകത്ത്. ഫുള്ളായിട്ട് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്തായിരുന്നു. കാരണം സിസ്റ്റത്തിൽ റെൻഡർ ആവോ ഇല്ലയോ എന്നുള്ള സംശയം കാരണം ഞാനത് കുറച്ചാണ് കൊടുത്തിരുന്നത്. വളരെ കുറച്ചേ കൊടുത്തുള്ളൂ. ഓരോ പോയിന്റൊക്കെയാണ് കൊടുത്തത്. അത് നിങ്ങൾക്ക് വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, ഞാൻ ഇവിടെയൊക്കെ നേരത്തെ കാണിച്ചായിരുന്നു. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് റെൻഡർ ചെയ്ത സ്ഥാനത്ത് ഇവിടെ എല്ലാം കുറേ കുത്തുകളുണ്ടായിരുന്നു. അതെല്ലാം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഫുള്ളായിട്ട് മാറിയെന്ന് ഞാൻ പറയില്ല, കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ വാല്യൂ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ സിസ്റ്റം നല്ലതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂ കൂട്ടി കൊടുക്കുക, അടിപൊളിയാക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യമുണ്ട്. ഞാൻ മായയുടെ ബേസിക് ഡയറക്ഷൻ ലൈറ്റാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ആർണോൾഡിൻ്റെ പ്രോപ്പർട്ടി അതിനകത്ത് എനേബിൾ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ ആർണോൾഡിൻ്റെ പ്രോപ്പർട്ടി എനേബിൾ ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ. അത് നമ്മുടെ എന്താണ് ഒരു ഡോം ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ആർണോൾഡിനകത്ത്, ഇതിനകത്ത് വരുന്ന സ്കൈ ഡോം ലൈറ്റ് എന്ന് പറയുന്ന റിഫ്ലക്ഷന് വേണ്ടി HDRI ഇമേജ് ഒക്കെ കൊടുത്ത് ചെയ്ത സാധനം. അപ്പോൾ അതിന് ആ ലൈറ്റൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു ലെവലിലോട്ട് പോകും. ഇതിൻ്റെ ലൈറ്റിങ് വേറൊരു ലെവലിലോട്ട് പോകും. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ലൈറ്റ് അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് ഇത്രയും നല്ലതായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർണോൾഡിൻ്റെ പവർ എത്രയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. റെൻഡറിനെ കുറിച്ച് അല്ലെങ്കിൽ ക്വാളിറ്റിയെക്കുറിച്ച്, ആർണോൾഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ.